എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് ഇപ്പോൾ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. എന്തിനാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 16 വർഷത്തോളം ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്നൊന്നും ഞാനൊട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാര്യങ്ങൾ. ഒരു തമാശ രൂപം മാത്രമേ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഒരു 6 വർഷത്തിന് മുമ്പ് ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് വളരെ തെറ്റായ ഒരു പ്രസ്ഥാനമാണെന്നും ഇതിലെ പഠിപ്പിക്കലുകൾ വളരെ രാജ്യദ്രോഹപരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഞാനത് തിരുത്തണം എന്ന് അവരോട് പലവട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാൽ ഇവരാരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. വളരെയധികം പ്രാവശ്യം ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അല്ലേ. ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വളരെ മോശമായ ഭാഷയിൽ വേശ്യ സമൂഹമെന്നും നശിച്ചു പോകുന്ന ജാതികളെന്നും ഇവരുടെ കൂടെ കൂടരുതെന്നും ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുതെന്നും അല്ലേ എങ്ങനെ പഠിപ്പിക്കുന്നൊരു പ്രസ്ഥാനമാണിതെന്നും ഇത് വളരെ തെറ്റായ ഒരു ആശയമാണ് നൽകുന്നതെന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 4 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് അവർ പറഞ്ഞു വിടുകയാണ്, സ്കൂളിൽ നഴ്സറി കുട്ടിയുടെ അടുത്ത്, സഹപാഠി തരുന്നൊരു മിഠായി നീ കഴിക്കരുത് അല്ലേ. 50 കുട്ടികളുണ്ടെങ്കിൽ 49 പേര് മിഠായി കഴിക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. മാതാപിതാക്കൾ 4 വയസ്സ് മുതൽ അതിൻ്റെ ബ്രെയിനിലോട്ട് ഇത്രമാത്രം പോയിസൺ ഇഞ്ചക്ട് ചെയ്യുന്നത്. ആ കുട്ടിയത് പറയുന്നത് ദേശീയ ഗാനം പാടരുത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ചെറുപ്പത്തിലെ എത്രമാത്രം വിഷമാണ് ഈ കുട്ടികളുടെ മനസ്സിലോട്ട് വരെ ഇവർ പങ്കുവെക്കുന്നത്. മുതിരുമ്പോൾ പഠിപ്പിക്കുന്നത് വോട്ട് ചെയ്യരുത്, അതെല്ലാം മോശം ആളുകളാണ്, അവരുടെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല, മിലിറ്ററി സേവനം ചെയ്യരുത്, ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്യാൻ പാടില്ല, സപ്പോസ് ടീച്ചറാകാൻ പോലും അവർക്ക് അനുവദിക്കുന്നില്ല. ഇതെല്ലാം നശിച്ചു പോകുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ജോലിയാണ്. നമുക്കൊരു വിശ്വാസം കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു മരിക്കുന്നു സ്വർഗ്ഗത്തിൽ നടത്തി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവർ പഠിപ്പിക്കുന്നത് ഭൂമിയിലെ എല്ലാവരും നശിച്ചു പോകും, ഇവർ മാത്രം ജീവിക്കും. 850 കോടി ജനങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ നാം എന്താ ചെയ്യുക? എനിക്കൊരു പോംവഴി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ആശയം തെറ്റായ ആശയത്തിൽ പ്രതികരിച്ച് എനിക്ക് പറ്റൂ. എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണെന്ന് കൊണ്ടും ഈ പ്രസ്ഥാനം രാജ്യത്തിന് അപകടകരമാണെന്നും ഞാൻ മനസ്സിലാക്കിയ നിമിത്തമാണ് എനിക്ക് ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെടില്ല. കാരണം മതം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു പേടിയാണ്. നിങ്ങളൊന്ന് കണ്ണു തുറക്കണം. ഇതുപോലത്തെ തെറ്റായ ആശയങ്ങൾ പരത്തുന്നവരെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാരനെ ജീവൻ നൽകേണ്ടി വരുന്നത്. ഇനിയെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കൂ. ഇത്രമാത്രം മോശം, തൻ്റെ സഹോദരനല്ലേ അടുത്ത് നിൽക്കുന്നത്, അമ്മയും പെങ്ങളും അല്ലേ, അവർ വേശ്യ സമൂഹം എന്ന് നാമകരണം ചെയ്യാമോ? എത്രമാത്രം അധപതിച്ച ചിന്താഗതിയാണത്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നു ആളുകളെ. എല്ലാവരും നശിച്ചു പോകും, 850 കോടി ജനങ്ങൾ നശിച്ചു പോകും, നമ്മൾ മാത്രം ജീവിക്കും. ഈ ആശയം എങ്ങനെ നമുക്കിവിടെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും? ഒരാളെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇവരുടെ ആശയം ശരിയാണെന്ന് അവർക്ക് തോന്നും. തെറ്റാണ് നിങ്ങളുടെ ആശയം. യഹോവയുടെ സാക്ഷികളെ, നിങ്ങളുടെ ആശയം തെറ്റാണ്. നിങ്ങൾ ചില മാസിക അച്ചടിച്ചിറക്കും, മറ്റുള്ളവരെ സഹായിക്കണം, ബഹുമാനിക്കണം. നിങ്ങൾ കള്ളമാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കുകയോ അവരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. ചില ലേഖകളിൽ കാണാൻ സാധിക്കും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യണം. അത് ഇതുപോലുള്ള കേസ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് വാദിക്കാനുള്ള പ്രൂഫ് മാത്രമാണ്. വെള്ളപ്പൊക്കം സമയത്ത് നിങ്ങളുടെ ആളുകളുടെ വീടുകളിൽ മാത്രം പോയി നിങ്ങൾ ക്ലീൻ ചെയ്ത് കൊടുത്തു അല്ലേ. ഞാനൊരു പോസ്റ്റ് വെച്ചിരുന്നു. എൻ്റെ പോസ്റ്റ് ഇപ്പോഴും SP കിടക്കുന്നുണ്ട് അല്ലേ. വളരെ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെറ്റായ ആശയം നമ്മുടെ നാട്ടിൽ അവസാനിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ എങ്ങനെയും വിശ്വസിച്ചോളൂ, മറ്റുള്ളവർ നശിച്ചു പോകും എന്നുള്ള ചിന്താഗതി ഒരിക്കലും വളർത്താൻ പാടില്ല. നമുക്ക് അന്നം തരുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ വേശ്യ സമൂഹമെന്നും നശിച്ചു പോകുന്ന ജാതികളെന്നും അവരെ പേര് ചാർത്തി അവരെ അധിക്ഷേപിക്കുകയും നമ്മൾ മാത്രമാണ് നല്ലവരെന്നും പറയുന്ന ആ ഒരു പഠിപ്പിക്കുന്ന ചിന്താഗത്തെ ഞാൻ എതിർക്കുന്നു. ഈ പ്രസ്ഥാനം നാട്ടിൽ ആവശ്യമില്ല എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുകയാണ്. അന്വേഷിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല.
പിന്നെ മൂന്നാമത്തെ കാര്യം പറയുന്നത്, എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം നടന്നത്, അതിൻ്റെ ഫോർമുല നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുത്. വളരെ അപകടകരമാണത്. സാധാരണക്കാരൻ്റെ കയ്യിൽ എത്തിപ്പെട്ടാൽ വളരെ അപകടം സംഭവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മീഡിയയും ഒരു സോഷ്യൽ മീഡിയ ഒന്നും തന്നെ എങ്ങനെയാണ് ഈ സ്ഫോടനം നടത്തിയത് അത് ടെലികാസ്റ്റ് ചെയ്യരുത്. അതിൻ്റെ മെത്തേഡ് ടെലികാസ്റ്റ് ചെയ്യരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.